ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ കഥയാണ്. മുമ്പ് കാലത്ത് ഒരു സമ്പന്നൻ ജീവിച്ചിരുന്നു. മണിമാളിക, ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങൾ, ഒട്ടകങ്ങൾ, കുതിരകൾ. ഇതിനെല്ലാം അപ്പുറം അയാൾ സ്നേഹിച്ചത് തൻ്റെ ഭാര്യയെയായിരുന്നു. അവൾ സൗന്ദര്യത്തിൻ്റെ നിറകുടം, മതഭക്ത. രണ്ടുപേരും ഒരു നാൾ മട്ടുപാവിലിരുന്ന് കളിതമാശകൾ പറയവേ പുറത്തൊരു യാചകൻ വന്നു. എല്ലും തൊലിയുമായ ഒരു രോഗി, കണ്ണുകൾ കുഴിയിലാണ്ടിരിക്കുന്നു. ആരും കണ്ടാൽ വെറുത്തുപോകും. അയാൾ കരഞ്ഞു, വല്ലതും തരണേ. സമ്പന്നൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. വന്നിരിക്കുന്നു രാവിലെ തന്നെ തെണ്ടാൻ. അയാൾ വേലക്കാരനോട് പറഞ്ഞു, അഴിച്ചുവിട് പട്ടിയെ, പാഠം പഠിക്കട്ടെ. ഭാര്യ തടുത്തു, അരുത്. വീട്ടിനു മുമ്പിൽ വന്നയാളെ നിരാശനാക്കരുത്. നിന്റെ ഉപദേശം ആർക്ക് വേണം? എൻ്റെ രസച്ചരട് മുറിച്ച തണ്ടിയെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. അയാൾ വാശിയിലായിരുന്നു. അരുത്, ഉപദ്രവിക്കരുത്, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് യാചകൻ നിലവിളിച്ചുവെങ്കിലും സമ്പന്നൻ കേട്ടില്ല. കലി കയറിയ അയാൾ ഭാര്യയുടെ വാക്കുകളും അവഗണിച്ചു. പട്ടിയെ അഴിച്ചുവിട്ടു. തിന്ന ചോറിന് നന്ദിയുള്ള പട്ടി യാചകൻ്റെ നേരെ കുരച്ചു ചാടി. അയാൾ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിച്ചു. പട്ടി കടിച്ചു. അയാളുടെ വിരൽ മുറിഞ്ഞു വീണു. ചോര ചീറ്റി. ഇതുകണ്ട വീട്ടുകാരി ബോധം കെട്ടു വീണു. ഓർമ്മ വന്നപ്പോൾ അവൾ യാചകനെ തേടി നാലുപാടും പാഞ്ഞു. ചികിത്സിക്കാൻ, മാപ്പ് ചോദിക്കാൻ, എന്തു വേണമെങ്കിലും നൽകാമെന്ന് പറയാൻ. കുറേ ഓടിയിട്ടാണ് അവൾ യാചകനെ കണ്ടത്. അയാൾ ഒരിടത്തിരുന്നു തേങ്ങി തേങ്ങി കരയുകയാണ്. അവൾ വിളിച്ചെങ്കിലും അയാൾ വന്നില്ല. എന്നെ ശല്യപ്പെടുത്താതെ പോകൂ എന്നയാൾ ആക്രോശിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ ചെയ്തിയിൽ ഭാര്യ തീരാ ദുഃഖിതയായി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു നാൾ ഭർത്താവിൻ്റെ മുഖത്ത് ഒരു കുരു പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ആരും പ്രശ്നമാക്കിയില്ല. കുരു വ്യാപിക്കാൻ തുടങ്ങി. ശരീരത്തിലുടനീളം അത് പൊന്തി. മുഖം വികൃതമായതുപോലെ. സുന്ദരിയായ ഭാര്യ തന്നെ ഇട്ടേച്ചു പോകുമോ എന്നായിരുന്നു സമ്പന്നൻ്റെ ഭയം. അയാൾ ചികിത്സ തുടങ്ങി. എത്രയും പെട്ടെന്ന് അസുഖം മാറണമെന്ന് അയാൾ പ്രാർത്ഥിച്ചു. വിദഗ്ധ ചികിത്സയുടെ ഫലം പുറത്തു വന്നപ്പോൾ അവർ നെട്ടി. കുഷ്ഠരോഗമാണ്. നോക്കാം, സുഖപ്പെടൽ അപൂർവം. സമ്പന്നന് വരുമാനം കുറഞ്ഞു. കൂടെ നിന്നവർ വരാതായി. ശരീരം വികൃതമായതോടെ ശരിക്കും ഒറ്റപ്പെട്ടു. ചികിത്സിക്കാനായി ഉള്ളതെല്ലാം വിറ്റുതുലച്ചു. ഫലമുണ്ടായില്ല. അവസാനം ഒരു ചെറ്റപ്പുരയിൽ അയാളും ഭാര്യയും തനിച്ചായി. ഇനിയും ഇവൾ തന്നെ വിട്ടുപോവാത്തതിൽ ഭർത്താവിന് അത്ഭുതമുണ്ടായിരുന്നു. ഞാൻ നന്ദികേട് കാണിക്കുന്നവളല്ല എന്നവൾ പ്രതികരിച്ചപ്പോൾ അയാൾ പഴയ യാചകനെ ഓർത്തു. അന്നത്തെ അഹങ്കാരത്തിൽ കുറ്റബോധമുണ്ടായി. ഭാര്യയിൽ നിന്നും വേർപ്പെടാനായിരുന്നു അയാളുടെ വിധി. വീട്ടുകാർ വന്ന് അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി. കുഷ്ഠരോഗി ചെറ്റക്കുടിലിൽ ഒറ്റപ്പെട്ടു. ഭാര്യ കരയാത്ത ദിവസങ്ങളില്ല. ഭർത്താവിൻ്റെ വിവരമറിയാത്തതിൽ അവൾ വിലപിച്ചു കൊണ്ടിരുന്നു. വീട്ടുകാർക്ക് മകളുടെ ഭാവിയായിരുന്നു വലുത്. മാസങ്ങൾക്കു ശേഷം നിർബന്ധിച്ചു വിവാഹമോചനം വാങ്ങി മറ്റൊരു വിവാഹം ചെയ്യിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. പുതിയ ഭർത്താവ് പഴയ യാചകനായിരുന്നു. അയാൾ എല്ലാ കഥയും പറഞ്ഞു. ജീവിതത്തിലുണ്ടായ മാറ്റം, ഐശ്വര്യങ്ങളുടെ നിറസമൃദ്ധി. ഇന്നീ നാട്ടിലെ വലിയ പണക്കാരനാണ് ഞാൻ. പക്ഷേ ഒന്നു മാത്രം മാറിയിട്ടില്ല, അറ്റുപോയ വിരൽ. ഞാനെപ്പോഴും അത് നോക്കും, പഴയ അവസ്ഥയെ ഓർക്കും. നിന്നെ കിട്ടിയത് ഭാഗ്യമെന്ന് ഞാൻ കരുതട്ടെ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ പടിവാതിൽക്കൽ എത്തി ഒരു യാചകൻ. വീട്ടുകാരനകത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഭക്ഷണം എന്തെങ്കിലും കൊടുക്ക്, പാവം വിശപ്പുണ്ടാവും. അയാൾ തന്നെ എഴുന്നേറ്റ് ഭക്ഷണവുമായി വന്നു. പുറകിൽ ഭാര്യയും. ഒരു നിമിഷം ഭാര്യയുടെ കണ്ണുകൾ യാചകനിൽ ഉടക്കി. കണ്ടുമറന്ന ഒരു മുഖമാണല്ലോ. ഓർമ്മയുടെ ഫയൽ വരവെ വ്യക്തമായി. അയാൾ തന്നെ, തൻ്റെ പഴയ ഭർത്താവ്. എൻ്റെ റബ്ബേ! അവൾ ബോധരഹിതയായി വീണു.